ഹലോ ഫ്രണ്ട്സ്, ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയൊക്കെ മുകളിൽ വറുത്തിട്ട് എടുക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു സവോള ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക്, 5-6 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. എന്നിട്ട് അതിനെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അതൊന്ന് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇതിനെ വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ മുട്ടക്കറിക്ക് സ്വാദ് കൂട്ടുന്നത്. ഇതൊന്ന് വഴന്നു വരും. ഇപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നത് മൂത്ത് വരുമ്പോൾ ആഹാ, എന്താ ഒരു നല്ല സ്മെല്ലെന്ന് അറിയുമല്ലോ. നന്നായിട്ട് മൂത്ത് വരും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി അതും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ മീഡിയം ഹീറ്റിട്ടിട്ട് വേണം, ഈ പൊടി ചേർക്കുമ്പോൾ മീഡിയം ഹീറ്റിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ആഡ് ചെയ്ത് തിളപ്പിക്കണം. നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, സെക്കൻഡ് എക്സ്ട്രാക്ട് ഓഫ് കോക്കനട്ട് മിൽക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിക്ക് പറ്റിയ കറി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. അപ്പം നമുക്ക് കുറച്ച് ചാറ് കുറച്ച് നീണ്ടിരിക്കുന്ന വിധത്തിൽ ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കാൻ പോകും. ഞാനിപ്പോൾ മുട്ടക്കറി ആയതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കൂടുതൽ വേണ്ടവർക്ക് അതുപോലെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ആ ഉരുളക്കിഴങ്ങ് കുക്കാവുന്ന ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കും. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം കുറുകി ആ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ തലപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തലപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കും. തലപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അധികം തിളയ്ക്കാൻ അനുവദിക്കേണ്ട. എന്നിട്ട് നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കടുവറുത്ത് മുകളിൽ താളിക്കുകയും ചെയ്യാം. ഇതൊന്ന് ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മുട്ട പുഴുങ്ങിയത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിനെ കടുക് വറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് പറ്റിയ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കടുക് വറുത്തും കൂടെ ഒന്ന് താളിക്കണം. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. ഇനി നമുക്ക് ആ പ്രോസസ്സിലോട്ട് പോവാം. ഇപ്പോൾ വേറൊരു പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് നല്ല കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാലോ ശബ്ദം. എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ഉള്ളി, നല്ലോണം ചെറിയ ഉള്ളി അതിനകത്തോട്ട് ഇടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിങ്ങനെ മൊരിഞ്ഞ് അതിൻ്റെ മുകളിൽ കഴിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഈ ചെറിയ ഉള്ളി നല്ലൊരു ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഓൾമോസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല വലുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോ അതിനകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അത് ആ മുട്ടക്കറിയുടെ കൂടെ അതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ മാഷായി പോകരുത്. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് താളിച്ചെടുക്കും. അപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പിലയും 2-3 കാന്താരി മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നല്ല ഇപ്പുറത്ത് മുട്ടക്കറിയുടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അടുപ്പൊന്ന് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ താളിച്ചത് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. നല്ല ഗ്രീനും റെഡും മുട്ടയും ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവരും ഇത് റെഡിയാണല്ലോ കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
അപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലോട്ടൊന്ന് മാറ്റുവാണ്. എന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മുട്ടക്കറി നിങ്ങൾക്ക്